ഡൽഹിയിലെ പാറ്റ സമരത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത TG മോഹൻദാസിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വി വിനീഷ് ഉണ്ട് വിവരങ്ങൾ കൂടുതൽ നൽകുവാനായി. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി പോലീസുകാർ നിസ്സംഗ മനോഭാവമായിരുന്നു കാണിച്ചതെന്നാണ് വിനീഷ് കഴിഞ്ഞ നിമിഷങ്ങളിൽ സൂചിപ്പിച്ചത്. കൃത്യമായ ഒത്തുകളി, ഗൂഢാലോചന, അത് തന്നെയല്ലേ സുവ്യക്തമായി പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും പോലീസും അല്ലെങ്കിൽ SFI പ്രവർത്തകരും തമ്മിലുള്ള ഒരു വ്യക്തമായ ഒരു കൂട്ടുകളി അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗത്തായി തന്നെയാണ് ഇപ്പോൾ TGയെ തിരുവനന്തപുരത്തെ വഞ്ചൂർ കോടതിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവർക്ക് കരിങ്കൊടി കാണിക്കാനും പോലീസ് ജീപ്പ് തടയാനും ഒക്കെയുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് TGക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അവസരങ്ങൾ പോലീസ് തന്നെ ഒരുക്കുകയായിരുന്നു. കാരണം നമ്മളിവിടെ എത്തുന്ന സമയത്ത് തന്നെ നേരത്തെ SFI പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിരുന്നു. SFI പ്രവർത്തകരെ അത്തരത്തിൽ അവർ പ്രതിഷേധിക്കുന്നുണ്ട് എന്ന് കൃത്യമായി പോലീസിന് അറിയാമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ പോലീസിനെ ഇവിടെ നിന്ന് മാറി നിന്ന് പ്രതിഷേധിക്കാൻ പോലീസിന് തന്നെ അത്തരത്തിൽ ഇവരെ നീക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും പോലീസ് നിസ്സംഗ മനോഭാവം കാണിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. തുടർന്ന് TGയെ കൊണ്ടുവന്ന വാഹനം, പ്രത്യേകിച്ച് പോലീസ് വാഹനം തടഞ്ഞ് അതിന് മുന്നിലെത്തി SFI പ്രവർത്തകർക്ക് കരിങ്കൊടി വീശാനുള്ള ഒരു അവസരം പോലീസ് തന്നെ ഉണ്ടാക്കി എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായിരുന്നാലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ TGയെ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിക്കുള്ളിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. നമുക്ക് വിദഗ്ധരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാമ്യാപേക്ഷ പരിഗണിച്ചാൽ തന്നെ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ട് എന്നതാണ് നിയമവിദഗ്ധരിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം TGയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നത്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ പുറത്തു വന്നത് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ TGക്ക് ജാമ്യം ലഭിക്കുമോ എന്നത് നമുക്ക് അറിയാൻ സാധിക്കും. കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരത്തെ സൈബർ പോലീസ് വിങ് എറണാകുളത്ത് മട്ടാഞ്ചേരി വീട്ടിലെത്തി TGയെ അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രിയോടുകൂടി രാത്രി 1:45 തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് TG എത്തിക്കുന്നത്. തുടർന്ന് അല്പസമയത്തിന് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2 മണിക്ക് ശേഷമാണ് TGയെ ഇന്ന് പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തൊട്ടു പിന്നാലെ ഞാൻ നിൽക്കുന്ന വഞ്ചൂർ കോടതിയിലേക്ക് എത്തിച്ചു. മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഹാജരാക്കിയിരിക്കുന്നു. എന്തായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിൻ്റെ ഏകപക്ഷീയമായ നടപടി തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഒപ്പം TGയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും TGയുടെ ഫോണും ഒപ്പം തന്നെ ഹാർഡ് ഡിസ്കും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ആ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുക്കുന്നതും ഒപ്പം തന്നെ ഫോൺ പിടിച്ചിരിക്കുന്നതും, പ്രത്യേകിച്ച് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള ഫോൺ പിടിച്ചെടുക്കുന്നത് അദ്ദേഹത്തിനോട് നേരത്തെ നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമേ അത്തരത്തിൽ ഫോൺ പിടിച്ചെടുക്കാവൂ എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ആ ഉത്തരവ് പല ഘട്ടങ്ങളിലും TGയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് TG ചൂണ്ടിക്കാണിച്ചതാണ്. എന്നിട്ടും അത് മുഖവിലേക്ക് എടുക്കാതെ പോലീസ് TGയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്നായിരുന്നു മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് എത്തിക്കുന്നതും അല്പസമയം മുമ്പ് വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതും ഇപ്പോൾ തിരുവനന്തപുരത്തെ വഞ്ചൂർ കോടതിയിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നതും. എന്തായിരുന്നാലും നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കോടതിക്ക് മുന്നിൽ TGയുടെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കേസ് കോടതി പരിഗണിക്കുന്നതോടുകൂടി ജാമ്യാപേക്ഷയിൽ തീർപ്പ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് തന്നെ ഉണ്ടാകും. നമുക്ക് നിയമവിദഗ്ധരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഉടനെ തന്നെ ജാമ്യം കിട്ടാനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മറ്റൊരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു കേസും TGയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ പാറ്റാ സമരത്തിനെതിരെ പറഞ്ഞ TGയെ നിലവിൽ സംസ്ഥാന സർക്കാർ അഴിക്കുള്ളിലേക്ക് ആക്കാൻ നടത്തുന്ന ശ്രമത്തിന് പിന്നിലുള്ള ഉദ്ദേശത്തെക്കുറിച്ചും BJP ശക്തമായ എതിർപ്പുമായി BJPയും രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും സംസ്ഥാനത്തുടനീളം TG അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയരുന്നത്.
തീർച്ചയായും വ്യക്തമാണ് വിനീഷ്. മനോജിലേക്ക് കൂടി പോവുകയാണ്. മനോജ്, 70 കഴിഞ്ഞ അദ്ദേഹത്തിന് ആരോഗ്യ പരിശോധനയിൽ എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി മനസ്സിലാക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച വിവരങ്ങൾ എന്താണ്? പാറ്റ സമരത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത TG മോഹൻദാസിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൃത്യമായ അജണ്ട തന്നെയാണെന്ന് സുവ്യക്തമായി കാര്യങ്ങൾ വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവധിയായിരുന്ന ദിവസം തന്നെ കരുതിക്കുട്ടി മുൻപേ അറിയിക്കാതെ നോട്ടീസ് നൽകാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള വിവരങ്ങളും വരുന്നുണ്ട്. മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. മനോജ്, അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? അത് തൃപ്തികരമാണെന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പൂർത്തിയാക്കിയ ശേഷം ഈ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കോടതിക്ക് ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യം കൂടെയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത ശേഷം അറസ്റ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം ഈ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ശേഷം അറസ്റ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം ഈ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹം കൂളായി തന്നെ ഈ വാഹനത്തിനകത്ത് ഇരുന്നു എന്നുള്ളതാണ്. എന്തായാലും യാത്ര ചെയ്തതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രായമായ ആളുകൂടെയാണ്. എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റൊന്നുമല്ല, അദ്ദേഹം വലിയ പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം കൃത്യമായും കോടതിക്കുള്ളിൽ എന്താണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരെയുള്ള ഈ വകുപ്പുകളൊക്കെ എന്ന് പറയുന്നത് സ്വാഭാവികമായും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ തന്നെയാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃത്യമായും കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വഞ്ചിയൂർ കോടതിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ വഞ്ചിയൂർ കോടതിയിലേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചിട്ടുള്ളത്. ഇനി കോടതി നടപടിക്രമങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ കോടതി മുറിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പരാമർശം അത് സ്വാഭാവികമായും ജന്തർ മന്ദറിലെ പാറ്റ സമരത്തെ വിമർശിച്ചു എന്നുള്ളതാണ്. അതിൽ കൃത്യമായും കലാപകാരികളെയാണ് വിമർശിച്ചത് എന്നുള്ള കാര്യം അതായത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ആ CJPയുടെ ആ പാറ്റ സമരത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയതെന്നും ഒക്കെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്ലാൻ എന്തായിരുന്നു എന്നത് ഉൾപ്പെടെ പുറത്തു വന്ന വിവരങ്ങളാണ്. അത്രയും വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അതിനെ കൃത്യമായും വിമർശിക്കുക എന്നുള്ളത് അത് സ്വാഭാവികമായും ഒരുപാട് പേർ അതിനെ വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനോജ്, എന്തായാലും TG മോഹൻദാസിനെ ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.